ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഹെവനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അലമാൻഡ പ്ലാന്റിൻ്റെ കെയറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രത്യേകിച്ച് കെയറൊന്നുമില്ലാതെ 5 പൈസ മുടക്കില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അലമാൻഡ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും അലമാൻഡ വളർത്താവുന്നതാണ്. PVC പൈപ്പിലോ പിന്നെ മരത്തിൽ കയറ്റി വിട്ടോ പിന്നെന്താ ആർച്ചായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അലമാൻഡ വളർത്താവുന്നതാണ്. പിന്നെ ചട്ടിയിലും വളർത്താം. ഇതൊന്നും കൂടാതെ നിലത്ത് നട്ട് നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞയാണ് കോമൺ ആയി കാണുന്നതെങ്കിലും അലമാൻഡ വേറെ ഒരുപാട് കളറുണ്ട്. പിങ്ക്, പീച്ച്, ഓറഞ്ച് തുടങ്ങിയ കളറിലൊക്കെ അലമാൻഡ കാണാവുന്നതാണ്. അലമാൻഡയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവൻ പൂക്കൾ തരും എന്നതാണ്. മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ 365 ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് അലമാൻഡ. പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ വളർത്താവുന്ന ചെടിയാണ് അലമാൻഡ. ഇതിൻ്റെ കമ്പ് നട്ടാൽ വേഗം തന്നെ നമുക്ക് പിടിച്ചു കിട്ടും. ഈ ഒരു കാലാവസ്ഥയിൽ, അതായത് ഈ മഴക്കാലത്ത് അലമാൻഡേൻ്റെ കമ്പ് നട്ടാൽ വേഗം തന്നെ പിടിച്ചു കിട്ടും. വലിയ വളത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അലമാൻഡയ്ക്ക്. പിന്നെ ആവശ്യമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മരത്തിൽ കയറ്റി വളർത്താനും ആർച്ച് പോലെ ആക്കാനും ആണെങ്കിൽ ഈ അലമാൻഡ തന്നെ അങ്ങ് വളർന്നോലോ. അല്ലാണ്ട് ബുഷാക്കിയൊക്കെ വളർത്തുകയാണെങ്കിൽ അതിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രൂൺ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വലിയ സമയമൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രൂൺ ചെയ്ത് ബുഷാക്കിയൊക്കെ വളർത്താനാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ മഞ്ഞ അലമാൻഡ തന്നെയാണ്. പിന്നെ യാതൊരു വിധത്തിലുള്ള കീടബാധകളും ഇല്ലാത്ത ചെടിയാണ് അലമാൻഡ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായി വളർത്താം. വീട്ടിലൊരു പൂക്കാലം തീർക്കാൻ ഈ അലമാൻഡ മാത്രം മതി. അപ്പോൾ ഈ ചെടി ഇല്ലാത്തവരൊക്കെ ഒന്ന് വളർത്തി നോക്കണേ, പ്രത്യേകിച്ച് പൂക്കളെ ഇഷ്ടമുള്ളവരൊക്കെ. നിങ്ങൾ എവിടുന്നെങ്കിലും ഈ ചെടി കാണുവാണെങ്കിൽ നിൻ്റെ കമ്പ് ഒന്ന് പറിച്ച് നട്ടാൽ മതി കേട്ടോ, വേഗം പിടിച്ച് കിട്ടുവേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യണേ.